എന്താ താമസിച്ചത്? അവിടെ ഇറങ്ങാൻ താമസിച്ചു, അതുകൊണ്ടാ ലേറ്റ് ആയത്. ഓ, ഇന്ന് ശമ്പള ദിവസമാണല്ലോ. ആണ്ടിൽ ഒരിക്കലെത്തുന്ന മഹാബലിയെ പോലെ ഈ മാവേലി തമ്പുരാൻ ഇന്ന് കൃത്യമായി എഴുന്നള്ളൂ. അതെനിക്കറിയാമായിരുന്നു. തോന്നുമ്പോ വരും, തോന്നുമ്പോ പോകും. ഇതെന്താ സത്രമാണെന്ന് കരുതിയോ? ദേ പറഞ്ഞേക്കാം, സത്യമായിട്ട് എനിക്ക് ലീഗൽ ആക്ഷൻ എടുക്കേണ്ടി വരും. കാലത്ത് തന്നെ മാഡം നല്ല ചൂടിലാണല്ലോ. എന്തായാലും ഞാൻ ഇതിലൊന്ന് ഒപ്പിട്ടേക്കാം. എവിടെയാ മെഷർമെന്റ് ഫയൽ? അതെവിടെ പോയി? ചേടാ, കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോ കൃത്യമായിട്ട് ഏൽപ്പിച്ചിരുന്നതാണല്ലോ. ചിലപ്പോ ആ ബ്യൂറോയിൽ കാണും. മതി, കിടന്ന് ഉരുളണ്ട. ആ മെഷർമെന്റ് ഫയൽ അരമണിക്കൂറിനകം എന്റെ ഈ ടേബിളിൽ എത്തിച്ചിരിക്കണം. അയ്യേ, എന്തിന് അരമണിക്കൂർ? 5 മിനിറ്റിനകം ആ ഫയൽ ഇവിടെ എത്തിയിരിക്കും. ഗുഡ് മോർണിംഗ് മാവേലി മന്നൻ. ഗുഡ് മോർണിംഗ്. വല്ലാണ്ടങ്ങ് ചിരിക്കല്ലേ, എല്ലാത്തിനെയും ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. മെഷർമെന്റ് ഫയല്, ഈ മെഷർമെന്റ് ഫയലൊക്കെ എവിടെ ഒളിച്ചിരിക്കുവാന്നോ? ശിവരാമകൃഷ്ണൻ സാർ. പോണം. എന്തായി? ഒന്നിനെ ഞാൻ വളച്ചു വെച്ചിട്ടുണ്ട്. ഒരുപാട് നാക്കിട്ടടിക്കേണ്ടി വന്നു. ഒടുവിനെ ഞാൻ വരാമെന്ന് സമ്മതിപ്പിച്ചു. കലൂര് സ്റ്റാൻഡിന്റെ അടുത്ത വീട്. 26 വയസ്സേ ഉള്ളൂ. ഭർത്താവ് പറഞ്ഞ കൊന്നു കളയുന്ന പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒരെണ്ണത്തിന് ലൈനിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ 2 എണ്ണം. സംഗതി കുശാല. അതെ, എന്റെ കരിമണിമാല എവിടെ? കൽക്കട്ട നെക്ലസ്, രാജസ്ഥാൻ മാല, ചക്രമാല, മുത്തുമാല എല്ലാം ഉണ്ട്. ഈ കരിമണിമാലയുടെ മാത്രം പുതിയ മോഡൽ ഒരു ജ്വല്ലറിയിലും എത്തിയിട്ടില്ല. എന്നെ പറഞ്ഞു പറ്റിച്ചാലുണ്ടല്ലോ. ദേ, അടുത്ത ആഴ്ച ഈ കഴുത്തിൽ ഒരു പുത്തൻ കരിമണിമാല തത്തിക്കളിച്ചിരിക്കും. ഇത് സത്യം. എന്റെ പൊന്നു ത്രേസ്യ, എന്നെ ഒന്ന് വിശ്വസിക്കുക. പ്യുവർ 916 ഹാൾമാർക്ക് 22 കാരറ്റ്. ഇല്ലെങ്കിൽ സംഗതിയുടെ ഗൗരവം അറിയാലോ. അറിയാം, വിശ്വാസം അതല്ലേ എല്ലാം. ത്രേസ്യയുടെ കാര്യം സോൾവ് ആയി. കരിമണിമാല ഇതിൽ ലൈനാണോ? നീ ഉദ്ദേശിക്കുന്ന ആ ലൈൻ അല്ല. അത് മനസ്സിലായി. സിംഗിൾ ഫേസ് അല്ല, 11 kV ലൈനാണ്. ഇനി ഒരു 3 മാസം കൂടി ഇതിനെ ഒന്ന് സഹിക്കണം. അപ്പൊ 6 മാസം വയറ് കണ്ട പറയത്തേ ഇല്ല. നിനക്കിപ്പോ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അവിടെ നിക്ക്, ഞാൻ ആ ശമ്പളം ഒന്ന് വാങ്ങിച്ചെടുക്കട്ടെ. ഇന്ധനം ഉണ്ടല്ലേ വണ്ടി ഓടുള്ളൂ. ചെല്ല് ചെല്ല്, ഇതെനിക്കുള്ള ഇന്ധനം. ഒരു ചായ കടിക്കാൻ ഒരുപാടി. സാറേ വന്ദനം. ഇതാരും മാഷോ? എന്നെങ്ങനെ മനസ്സിലായി? ഹെൽമെറ്റിന് സാറിന്റെ അതേ ഫേസ് കട്ട്. സാറേ ശമ്പളം കിട്ടിയിരുന്നെങ്കിൽ പത്രം, പാല്, പച്ചക്കറി, പലവ്യഞ്ജനം, കേബിൾ TV, മീൻകാരൻ, അങ്ങനെ 100 കൂട്ടം മാസപ്പിരിവുകാരാ. അതിന്റെ ഇടയിലാ ഒരു പുതിയ അവതാരം, റിയാലിറ്റി ഷോ. ഇതല്ലേ എനിക്കുണ്ട് സാറേ. സിവിൽ സ്റ്റേഷനിലെ എനിക്ക് ഒരുപാട് ക്ലെയിംസ് ഉണ്ട്. ഭാര്യ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ പോയിരിക്കുക മാസപ്പിരിവിനെ. ആഹാ, ഭാര്യക്ക് ഇതന്നെയാണ് തൊഴില്? ഈശ്വരാ, ഒന്നും അറിയാൻ പാടില്ലാത്ത പോലെ. ഭാര്യയ്ക്ക് മാത്രമല്ല, അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേച്ചി എല്ലാവർക്കും റിയാലിറ്റി ഷോ ആണ് ഉപജീവന മാർഗം. ചാനലുകാര് സീരിയൽ വിട്ട് റിയാലിറ്റി ഷോ തുടങ്ങിയപ്പോഴേ ഞങ്ങൾ സ്റ്റേജ് വിട്ട് ചാനലിലേക്ക് വന്നു. അത്രേ ഉള്ളൂ. ഇപ്പൊ എല്ലാ ചാനലിലും ഞങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ലോഡ് കുട്ടികളാ മത്സരിക്കുന്നത്. സാറിന് അറിയുമോ അത്? സാറിന്റെ മോളിപ്പോ 7ാം റൗണ്ട് എത്തിയിരിക്കല്ലേ. ഇനി SMS മോളെ രക്ഷിച്ചോളൂ. അതിന് ഞാൻ തന്നെ കാശിറക്കണോ? എന്താ സാറേ, സാറിന്റെ മോളുടെ പണി എന്താ? വോട്ട് തണ്ടുക. ഇതുകൊണ്ടുള്ള ഗുണം ആർക്കൊക്കെയാ? മൊബൈൽ കമ്പനിക്കാർക്കും ചാനലുകാർക്കും. പിന്നെ സാറിന്റെ മുഖ്യ യോഗം ഉണ്ട്, ഒരു ഫ്ലാറ്റും കിട്ടും. അവക്ക് ഫ്ലാറ്റ് കിട്ടുന്നതിന് ഞാൻ ഫ്ലാറ്റ് ആകും. സാറ് ഫ്ലാറ്റ് എന്താ സാറേ, ഫ്ലാറ്റ് കിട്ടിയാ പോരെ? സാറി എന്റെ ശമ്പളം കഴിഞ്ഞ മാസത്തേക്ക് കുടിച്ചുണ്ട് കേട്ടോ. എപ്പോഴും അതെ, ശമ്പളം ചോദിക്കാൻ അന്നേരം എവിടെ നേരം ഒരു കോള് കയറി വരും. ഹലോ, ആരാ? മിസ്റ്റർ മുകുന്ദൻ, നിങ്ങൾ അത്യാവശ്യമായിട്ട് കല്ലൂർ ജംഗ്ഷൻ വരെ ഒന്ന് വരണം. എന്തിനാ? നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യത്തിനാണ് മിസ്റ്റർ. എന്താ കാര്യം? നിങ്ങളാരാ? നേരിൽ പറയാം. ഈ ചാൻസ് നിങ്ങൾ മിസ്സാക്കരുത്. എത്രയും പെട്ടെന്ന് കല്ലൂർ ജംഗ്ഷൻ എത്തണം. ഓക്കെ? ഹലോ. നീയോ? നീ എന്താ ഇവിടെ? ഞാനാണെന്ന് പറഞ്ഞാൽ നീ വരത്തില്ല. അതുകൊണ്ടാണ് ശബ്ദം മാറ്റി വിളിച്ചത്. ഇതെന്താ, ഒന്നെടുത്തപ്പോ ഒന്ന് ഫ്രീ കിട്ടിയതാണോ? രണ്ടുപേരും ഒരേ യൂണിഫോമിൽ. ആട്ടെ, എന്തിനാ വിളിച്ചത്? അതെ, ഇന്ന് ശമ്പളം കിട്ടിയ ദിവസമില്ല. അതെ, ഒരു 2000 രൂപ എടുക്കാനുണ്ട്. 1000 രൂപയാണേലും മതി. 1000 പോയിട്ട് 500 പോലും നീക്കി വെക്കാനില്ല. ആണല്ലോ, അതാണ് ഇപ്പൊ തന്റെ പ്രശ്നം. എങ്കിൽ താൻ ധൈര്യമായി ഞങ്ങളോടൊപ്പം വന്നു. എവിടേക്ക്? ഉത്തരങ്ങളില്ലാത്ത ചോദ്യങ്ങളുണ്ട്, പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളുണ്ട്. ആണല്ലോ. അതെ, എങ്കിൽ ഞങ്ങളുടെ കാലടികൾ പിന്തുടരൂ. അല്ലേ സാറേ? അതെ, തന്റെ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും ഇന്നോടെ തീരും.
ഓഡിറ്റോറിയത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. ഈ RNP പ്രോഡക്ട്സ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഇല്ല. അതായത് MLM, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. അതിന്റെ മീറ്റിംഗ് സ്ഥലത്തേക്കാണ് നമ്മൾ ഇപ്പൊ പോകുന്നത്. ഈ RNP എന്ന് വെച്ചാൽ പഴയ മണി ചെയിൻ പോലുള്ള പരിപാടിയല്ലേ? ഏതാണ്ട് അതുപോലെ തന്നെ. ആദ്യം നമ്മൾ ചേരുന്നു, പിന്നെ നമ്മൾ രണ്ടുപേരെ ചേർക്കുന്നു. ഒരാളെ വലത്തിടുന്നു, മറ്റേ ആളെ ഇടത്തിടുന്നു. ഇടത് കാല് വലത് കാല്, വലത് കാല് ഇടത് കാല്. ആ കാലുകൾ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. പിന്നെ നമ്മൾ ചുമ്മാ ഇങ്ങനെ കയ്യും കെട്ടി നോക്കി ഇരുന്നാച്ചാ മതി. അതെ, ആഴ്ചയിൽ എല്ലാ ചൊവ്വാഴ്ചയും അതിന്റെ കമ്മീഷൻ ചെക്കായോ DD ആയോ നമ്മുടെ കയ്യിലെത്തിയിരിക്കും. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ മാസാവസാനം ലോകാവസാനം പോലെയാണല്ലോ. മാസം ആദ്യം തന്നെ മൂന്ന് സാറിന്റെ ലോകാവസാനോ? അതറിയോ? ഇങ്ങനെ എന്തെങ്കിലും ഒരു സൈഡ് ബിസിനസ് കൂടി ഉണ്ടെങ്കിലേ അന്തസ്സോടെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ. ശിവരാമകൃഷ്ണൻ, ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നതാണോ? പത്രങ്ങളിലും ടിവിയിലും നമ്മൾ പല വാർത്തയും കാണുന്നതല്ലേ? 100% വിശ്വസിക്കാം. എല്ലാം വിശദമായിട്ട് അന്വേഷിച്ചിട്ടാണ് ഞാൻ ഇതിനകത്ത് ചേർന്നത്. ആണോ? മാസം നല്ലൊരു തുക ഇപ്പൊ തന്നെ ഞാൻ ഏൺ ചെയ്യുന്നുണ്ട്. അത് ശരി. അറിയാം. സാമ്പത്തിക മാന്ദ്യത്തിൽ ഫ്യൂസ് അടിച്ചു പോയ കോർപ്പറേറ്റ് ജോലിക്കാർ പോലും ഇപ്പൊ ഇതിലാ കണ്ണു വെച്ചിരിക്കുന്നത്. മൂന്ന സാറേ, നമ്മള് സർക്കാർ ജീവനക്കാരെ അങ്ങനെ അങ്ങ് മണ്ടന്മാരാക്കാൻ പറ്റും? നമ്മൾ ഏതാ മുതലുകള്? ഈ കാണാൻ പോകുന്ന പൂരം എന്തിനാ കൂടുതൽ പറയുന്നത്? നീ വാ. ഞാൻ പുത്തൻപുരയിൽ പത്മനാഭപിള്ള പൂ പാപ്പി എന്ന് എന്നെ ബഹുമാനിക്കുന്നവർ വിളിക്കും. മറ്റു ചില കോടീശ്വരന്മാരെ പോലെ തന്നെ ഒരു നേരം ഭക്ഷണമില്ലാതെ മാറ്റി ഉടുക്കാൻ വസ്ത്രം പോലും ഇല്ലാതെ വളരെ കഷ്ടപ്പെട്ട് ഈ നിലയിലെത്തിയവനാണ് ഞാൻ. നിങ്ങൾക്കറിയാമോ, ഇന്ന് എനിക്ക് ഒരു മാസം ചുമ്മാ പഷ്ണി കിടക്കണമെങ്കിൽ പോലും വേണം ലക്ഷങ്ങൾ. രൂപയ്ക്കൊഴിച്ച് ബാക്കി എല്ലാത്തിനും വില കൂടി. ജീവിതം ബഡ്ജറ്റിന്റെ കള്ളുകളിൽ ഒതുക്കേണ്ടതല്ല. നിങ്ങൾക്ക് വേണ്ടത് ഇൻസ്റ്റന്റ് മണിയാണ്. അതാണ് ഈ പ്രസ്ഥാനത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത്. പ്ലീസ് പ്ലീസ്. തൊലി വെളുപ്പിന്റെ മേമ്പൊടി ചേർത്ത പരസ്യമുണ്ടെങ്കിൽ ഏത് പാഷാണവും പലഹാരമാകുന്ന അവസ്ഥയിലാണ് ഇപ്പോഴത്തെ കമ്പോള സംസ്കാരം. നമ്മുടെ പ്രോഡക്റ്റിൽ കച്ചവടക്കാരൻ എന്ന ഇടനിലക്കാരനില്ല. ഇത് വിറ്റ് കിട്ടുന്ന ലാഭവിഹിതം മുഴുവൻ നിങ്ങളുടെ അക്കൗണ്ടിലേക്കുള്ളതാണ്. അമേരിക്കയിലും മറ്റും ബലൂൺ മുതൽ BMW വരെ വിറ്റിരിക്കുന്നത് ഇത്തരം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സിസ്റ്റത്തിലൂടെയാണ്. ഗീർവാണ പ്രസംഗമല്ല, പ്രവർത്തനമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. അനുഭവസ്ഥർക്ക് ഈ വേദി പങ്കിടാം. എന്റെ പേര് ഡേവിഡ് സാമുൽ, സ്വദേശം കോട്ടയം. ഞാനൊരു അധ്യാപകനായിരുന്നു. എന്റെ വീട് ജപ്തി ചെയ്യപ്പെട്ടു. മകളുടെ പഠിത്തവും അപ്പച്ചന്റെ ചികിത്സാ ചെലവുമായി ഞാൻ തീർത്തും കടക്കാരനായി മാറുകയായിരുന്നു. ആത്മഹത്യ മാത്രമായിരുന്നു അപ്പോൾ ഞാൻ മുന്നിൽ കണ്ട മാർഗം. പക്ഷേ ഞാൻ RNPയിൽ ചേർന്ന് പ്രവർത്തിച്ചതിന് ശേഷം എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുകയുണ്ടായി. ഞാൻ ഇതിലേക്ക് വന്നിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. എന്റെ കഠിന പ്രയത്നവും ആശ്രാന്ത പരിശ്രമവും കൊണ്ട് ഈ കഴിഞ്ഞ മാസം ഞാൻ അച്ചീവ് ചെയ്തിരിക്കുന്നത് 4,55,000 രൂപയാണ്. എന്റെ ഭാര്യയ്ക്കും ചില അനുഭവങ്ങൾ നിങ്ങളോടൊപ്പം പങ്കിടാനുണ്ട്. അവളെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എന്റെ പേര് മറിയാമ്മ ഡേവിഡ്, ഹൗസ് വൈഫാണ്. എന്റെ ഹസ്ബൻഡ് പറഞ്ഞ പോലെ ഞങ്ങളുടെ ജീവിതത്തിലെ ദൈവതുല്യനാണ് ഈ ഇരിക്കുന്ന സർ. അതെ, മനുഷ്യരിലും ദൈവങ്ങളുണ്ട്. അതിന് ഏക ഉദാഹരണമാണ് ഈ ഇരിക്കുന്ന പൂപ്പു പാപ്പി സർ. കടം കൊണ്ട് മൂടിയപ്പോൾ കൂട്ട ആത്മഹത്യക്ക് ശ്രമിച്ച ഞങ്ങളെ ഈ നിലയിൽ എത്തിച്ചത് ഈ പൂപ്പു പാപ്പി സർ ആണ്. ഇദ്ദേഹത്തിന്റെ പ്രചോദനവും പ്രോത്സാഹനവുമാണ് ഞങ്ങളുടെ സക്സസ്. ഏത് പാതിരാത്രിക്കും ഈ സാറിന്റെ ഫോൺ വന്നാൽ എന്റെ ഭർത്താവിന് ഒരു സംശയം ഉണ്ടാവില്ല. ഞങ്ങൾ ഒരുപാട് നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടേയിരിക്കും. അല്ലേ സർ? സാറിന്റെ സംസാരം കേട്ടാൽ എനിക്ക് വല്ലാത്തൊരു പോസിറ്റീവ് എനർജി അനുഭവപ്പെടും. ജീവിതത്തിന്റെ ചില അസന്നിഗ്ധ ഘട്ടങ്ങളിൽ നെഗറ്റീവ് എനർജി തോന്നുമ്പോൾ ഞാൻ ഉടനെ എന്റെ സാറിനെ വിളിക്കും, പോസിറ്റീവ് എനർജിക്ക് വേണ്ടി. ആ എനർജിയുടെ പിൻബലത്തിൽ ഈ മാസം ഞാൻ അച്ചീവ് ചെയ്തിരിക്കുന്നത് 3,20,000 രൂപ. തീർന്നില്ല,
എന്റെ ഈ സാറിനെ കുറിച്ച് ഇനിയും എനിക്ക് ഒരുപാട് അനുഭവ കഥകൾ നിങ്ങളോട് പങ്കിടാനുണ്ട്. ഒരു ദിവസം രാത്രി സാർ ഒരു മിനിറ്റ്. ക്ഷമിക്കണം, ഇനി 2 മീറ്റിംഗിൽ കൂടി എനിക്ക് പങ്കെടുക്കേണ്ടതുണ്ട്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നതിനോടൊപ്പം ഇതിൽ ചേർന്ന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഗോൾഡൻ എക്സിക്യൂട്ടീവായി മാറിയ മിസ്റ്റർ ശിവരാമകൃഷ്ണന് ഈ മാസത്തെ പ്രോഫിറ്റ് ചെക്കിനോടൊപ്പം കമ്പനിയുടെ സ്പെഷ്യൽ സമ്മാനമായ ഒരു കാറും ഈ വേദിയിൽ വെച്ച് ഞാൻ സമ്മാനിക്കുകയാണ്. Come on, Mr. Shivaramakrishnan, please give me loud claps.